നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ കുരിപ്പുഴ കാവനാട് പാലം സ്റ്റാർട്ട് ചെയ്യുന്നിടത്തു നിന്നാണ്. കൊല്ലം ബൈപ്പാസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കൊല്ലം ബൈപ്പാസ് മാത്രമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഈ ഒരു ഭാഗത്ത് കുറച്ച് പണി നടന്നിട്ടുണ്ട്, പുതിയതായിട്ട് കുറച്ച് അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത് ജൂൺ 2, 2024 രാവിലെ വന്നെടുത്തതാണ്. അപ്പം മഴ പെയ്യാനുള്ള ചാൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങി എടുത്ത വീഡിയോ ആണ്. അപ്പം കുറച്ച് വെട്ടക്കുറവൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രോണിൻ്റെ ക്യാമറയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഫോഗ് പോലെ അടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു മങ്ങൽ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം പുതിയതായിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ പാലവും പുതിയ പാലവും കൂടെ ചേർന്നാണ് ഇപ്പോൾ ഇവിടെ വരെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ പാലത്തിൻ്റെ നടുക്കുണ്ടായിരുന്നല്ല, സൈഡിലുണ്ടായിരുന്ന ക്രാഷ് ബാരിയർ അവരിപ്പം ഇവിടെ പൊട്ടിച്ച് കളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ ക്രാഷ് ബാരിയറുടെ നിർമ്മാണത്തിന് വേണ്ടി കമ്പി ഉയർത്തി വെച്ചിരിക്കുന്നതും കാണാം. ഇനി നമ്മൾ നേരെ വരുന്നത് കാവനാട് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടത്തെയൊക്കെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലയ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ കാവനാട്ടെ ആ വലിയ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കൂടി കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് കഴിഞ്ഞാൽ പിന്നെ വിശ്വസമുദ്രയുടെയാണ്. ഇവിടെയൊക്കെ ഇപ്പം ഗർഡറുകളാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കുറേ നാളിന് മുമ്പേ പണിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി തുടങ്ങാനുണ്ട്. ഇനി ഇവിടെ രണ്ട് സൈഡിലും റീറ്റൈനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയായിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാകുക. ഇവിടുത്തെ പണിയൊക്കെ ടോപ്പ് കോൺക്രീറ്റ് ആയി കഴിഞ്ഞിട്ടും കുറേ നാളായി. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ മുമ്പോട്ട് പണി നടക്കുന്നത്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ വിശ്വസമുദ്രയുടെ പണി സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലയുടെയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന അണ്ടർപാസിൻ്റെ പണിയും പിന്നെ കുറച്ച് മുമ്പോട്ട് നടക്കുന്ന പണികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലയുടെയാണ്. കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിയുമ്പോഴാണ് വിശ്വസമുദ്രയുടെ പണി തുടങ്ങുന്നത്. ഇവിടെ വലതുഭാഗത്ത് റീറ്റൈനിങ് വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി അത് കുറച്ച് നാളിന് മുമ്പേ തുടങ്ങിയാണ്. മഴയായതുകൊണ്ട് തന്നെ എല്ലായിടത്തും കുറച്ച് പെതുക്കെയാണ് പണി നടന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ടാർ ചെയ്തിരിക്കുന്നത് നമ്മൾ കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി. ഇവിടെ ഇപ്പം ഈ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന മെഷീൻ കൊണ്ടുവന്ന് അതിപ്പം 2 ദിവസം ആയതേ ഉള്ളൂ ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നമുക്കിപ്പം വലത്തേ സൈഡിൽ ആ ഒരു സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും ഇടയ്ക്ക് വരുന്ന ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ഇപ്പം ഒരു 2 ദിവസം മുമ്പാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ പൈപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടം തൊട്ട് ഇപ്പം വലത്തേ സൈഡിൽ കൂടി ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം ഇടത്തേ സൈഡിൽ ഇവിടെ ഒരു വലിയ പോസ്റ്റ് നിൽക്കുന്നത് സർവീസ് റോഡിലായിട്ടാണ് നിൽക്കുന്നത്. വലിയ ലൈൻ കമ്പിയാണ് പോകുന്നത്. അപ്പം അതെടുത്ത് മാറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചടങ്ങ് ഉള്ള പണിയാണ്. ഇതേപോലെ തന്നെ നമ്മൾ ആലപ്പുഴ ചങ്ങനാശ്ശേരിയിലും ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ ലൈൻ കമ്പി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് താന്നാണ് ഫ്ലൈ ഓവർ പണിഞ്ഞപ്പം ഈ ലൈൻ കമ്പി കുറച്ച് താന്നു വന്നിട്ടുണ്ട്. അപ്പം ആ ലൈൻ കമ്പി ഇനി അവിടെ പൊക്കി കെട്ടാതെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടി ഒരു ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നു, അവിടെ അതുവഴി വാഹനങ്ങൾ കടത്തിവിടാൻ വെച്ചിരിക്കുകയാണ്. അപ്പം അത് പൊക്കിയാലേ ഇനി അവിടുത്തെ പണി തുടങ്ങത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്നത് അത് നീണ്ടാര പാലത്തിൻ്റെ മുകളിലായിട്ട് ഗർഡറുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് അത് കൊണ്ടുവന്നിരിക്കുകയെന്നായിരിക്കും. കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമായിരിക്കും. ഇവിടെ താണ്ട് നമുക്കിപ്പം ഇവിടെ ഇപ്പം പിയർ ക്യാപ്പിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ 2 സൈഡിലും വലിയ റിട്ടേണിങ് വാളിൻ്റെ കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നീണ്ടാര പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം കുറച്ച് ഇതൊക്കെയാണ് ഇപ്പോഴും പണി നടക്കുന്നത്. പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് തുടങ്ങാനുണ്ട്. ഒത്തിരി അടുത്തായിട്ട് നമ്മൾ എങ്കിലും ഒരിടത്ത് ഇപ്പം 1-2 ഇടത്തൊക്കെ ഇങ്ങനെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെ വലതുഭാഗത്ത് ഒരെണ്ണത്തിൻ്റെ പണി ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുകയാണ്, അതിനകത്ത് തൊട്ടിട്ടേ ഇല്ല. ഇപ്പം നീണ്ടാര പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയും പണിയായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പം ഗർഡറുകളൊക്കെ ഉയർത്തി വെക്കേണ്ട ഘട്ടത്തിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 സൈഡിൽ നിന്നാണ്ട് റീറ്റൈനിങ് വാളിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ പണിയാണ്. ഇവിടെ ഇപ്പം നമുക്ക് ഇടത്തേ സൈഡിൽ കാണുന്ന ഇവരിപ്പം ടാർ ചെയ്തിരിക്കുന്നത് നിലവിൽ താൽക്കാലികമായിട്ട് ടാർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇടത്തേ സൈഡിലായിട്ട് കാണുന്നതിന് വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഉയർത്തേണ്ട സ്ഥലമാണ്. പിന്നെ നമ്മൾ പള്ളിയുടെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് ആ ഒരു സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. ആ സ്ഥലം അതേപോലെ തന്നെ കിടക്കുകയാണ്. പിന്നെ മുമ്പോട്ട് വെട്ടത്തറ ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുമ്പോൾ പിന്നെ ഇതേപോലെ തന്നെയുള്ള പണികളാണ്. ഇവിടെ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. 2 ഒരു സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ ബാക്കി ക്രാഷ് ബാരിയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ എടുത്ത് നീക്കം ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പം വെട്ടത്തറ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ പഴയ റോഡ് കടന്നു പോയിരിക്കുന്ന ഭാഗം പൊളിച്ചു മാറ്റിയിട്ട് അവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണികളും ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം ഏറെക്കുറെയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മളിപ്പോൾ വെട്ടിത്തറ ജംഗ്ഷനിലായിട്ടാണ് ഉള്ളത്. പിന്നെ വെട്ടിത്തറ ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ നീണ്ടകര പഞ്ചായത്ത് ഓഫീസിൻ്റെ ഭാഗത്തോട്ട് ആണ് ഇനി പോകുന്നത്. അത് കഴിഞ്ഞ് ഇവിടം കഴിഞ്ഞേച്ച് പിന്നെ കുറച്ച് പണി ആക്റ്റീവായിട്ട് കടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയൊക്കെ വളരെ സ്പീഡിൽ വന്നിട്ടാണ് പെട്ടെന്നാണ് ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീതിക്ക് വന്നിട്ട് പിന്നെ ചെറിയ വീതിയിലോട്ടാണ് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളും അതേപോലെ ഈ ചെറിയ വീതിയുള്ള ഈ റോഡിൽ കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പം പഴയ റോഡ് പൊളിച്ച് മാറ്റിയ ഭാഗത്തായിട്ട് തന്നെ അവർ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഇടത്തെ സൈഡിലായിട്ട് പുതിയതായിട്ട് തുടങ്ങിയതായിരുന്നു. ആ ഒരു സ്ഥലം തൊട്ട് പിന്നെ നമ്മൾ നീണ്ടകര പഞ്ചായത്ത് പഴയ ഓഫീസിൻ്റെ അടുത്ത് വരെ അവരിപ്പം നമ്മുടെ പഴയ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് അത് ക്രഷ് ചെയ്തിട്ട് ആ ഒരു മണ്ണ് അവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം വലതുഭാഗത്തായിട്ടായിരുന്നു നമ്മുടെ പഴയ റോഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ആറുവരി പാതയ്ക്ക് വേണ്ടിയിട്ട് ടാർ ചെയ്ത ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പം മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ മഴയൊക്കെ തോന്നിന്നപ്പം വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയത്. രണ്ടുപേര് ഡ്രോൺ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ എത്തിയപ്പം വീണ്ടും മഴയായി. പിന്നെ മഴയിൽ നനഞ്ഞ് മൊബൈലിനകത്ത് വീഡിയോ പിടിച്ചിട്ട് തിരിച്ചു പോയി. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മൾ ചെറിയൊരു ക്ലിപ്പായിട്ട് ഇട്ടിരുന്നത്. ഇപ്പം നമ്മൾ നേരെ നീണ്ടകര താലൂക്ക് ആശുപത്രി അടുത്തായിട്ട് അടുക്കുകയാണ്. അതിന് മുമ്പേ നീണ്ടകര പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്ത് വരെ അവരിപ്പം വലത്തേ സൈഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം വലത്തേ സൈഡിൽ കാണുന്ന പഴയ ബിൽഡിങ്ങാണ് നീണ്ടകര പഞ്ചായത്ത് ഓഫീസ്. ഇവിടെ വരെ അവരിപ്പം നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം പഴയ പോലെ തന്നെ നിൽക്കുകയാണ്. വലിയ പണിയൊന്നും നടന്നിട്ടില്ല. മഴ ആയതുകൊണ്ട് തന്നെ പണിയൊക്കെ കുറച്ച് സ്ലോയിലായിട്ടാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ നേരെ നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും കുറച്ച് പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവർ താണ്ട് ഇവിടെ റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു പീസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്തായിട്ടായിരുന്നു ഇവിടെ വലതുഭാഗത്ത് അവർ റിട്ടേണിംഗ് വാളിൻ്റെ കുറച്ച് നിർമ്മാണം അവർ പണിഞ്ഞിരിക്കുന്നത്. ഇടത്തെ സൈഡിൽ അതേ ലെവലിൽ വരുമ്പോൾ അവർ ചെയ്തിരിക്കുന്ന ആ റിട്ടേണിംഗ് വാളിൻ്റെ പൊക്കത്തിലുള്ള റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണമല്ല, സാധാരണ രീതിയിൽ ക്രാഷ് ബാരിയർ നിർമ്മാണമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ രണ്ട് സൈഡിലും അവർ പണി തുടങ്ങിയിട്ടില്ല. അപ്പം ഇവിടെ നേരത്തെ അണ്ടർപാസ് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്ത് ഇറക്കി വെച്ചത് അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും എടുത്തുകൊണ്ട് പോയില്ല. ഇല്ലെങ്കിൽ തന്നെ അവരെങ്ങോട്ടെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. പക്ഷേ അതവിടെ തന്നെ കിടപ്പുണ്ട്. ഇനിയിപ്പം കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ഇവിടെ ഉണ്ടോ അണ്ടർപാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഒരു പിടിയില്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നമ്മൾ നേരെ വരുന്നത് ചവറ ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ ചവറ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുന്നതിന് മുമ്പേ ഇവിടെ കുറച്ചും കൂടെ പണി സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വലതുഭാഗത്ത് അവർ കുറച്ചും കൂടെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇടതുഭാഗത്തും പഴയ റോഡ് പഴയ റോഡ് പൊളിച്ച മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത്. ഇപ്പം നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ ആ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ വരുന്നത് ചവറ ഭാഗത്തേക്കാണ്. ഇവിടെയൊക്കെ പഴയ ചെമ്മണ്ണ് കൊണ്ടുവന്നിട്ട് ആകെ തുളിയായതുകൊണ്ട് തന്നെ അവർ പഴയ റോഡ് പൊളിച്ചത് ഇവിടെ കൊണ്ടുവന്നിട്ട് നിരത്തിയിട്ട് മിക്ക സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് അവർ നിരത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി ചവറ പാലം എത്തുന്നതിന് മുമ്പ് ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികളിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുഭാഗത്തായിട്ട് അവർ കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം പുതിയ പാലം പണിയണം. പുതിയ പാലത്തിൽ കൂടെ വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം ഇനി പഴയ പാലം പൊളിച്ച് കളയണം. അതേപോലെ പിന്നെ ഇടതുഭാഗത്ത് വീണ്ടും പാലം പണിയണം. ഇപ്പം വലതുഭാഗത്തായിട്ട് തന്നെ തൊട്ട് വടക്കേ സൈഡിലും തെക്കേ സൈഡിലുമായിട്ട് കുറച്ച് പണി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഈ വടക്കേ സൈഡിൽ തെക്കേ ഭാഗത്തും ഇതേപോലെ തന്നെ പൈലിംഗ് വർക്കുകളുടെ കുറച്ച് പണി നടന്നിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കണം ആ വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. എന്തുമായാലും രണ്ട് സൈഡിലും കുറച്ച് പൈലിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് അവരിപ്പം ഒരു കുറച്ചും കൂടെ അവിടെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നതിനും പോകുന്നതിനും വേണ്ടിയിട്ട്. പിന്നെ അവിടെ കുറച്ച് പണികളൊക്കെ നിരത്തുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ റിട്ടേണിംഗ് വാളൊക്കെ കുറേ നാളിന് മുമ്പായിട്ട് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ഇത്രയും അപ്ഡേറ്റാണ് നമ്മുടേത്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഫോഗ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനിപ്പം ഒരു ഇമേജ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ ക്യാമറ ഇപ്പം നമ്മൾ ഈ
പെട്ടെന്ന് പുറത്തോട്ട് എടുത്തപ്പോൾ ഇതേ അവസ്ഥയിലായിരുന്നു. ഞാൻ ഉയർത്തിയിട്ട് പിന്നെ നമ്മൾ പറത്തി കഴിഞ്ഞേച്ച് പിന്നെ താഴ്ത്തി നോക്കിയപ്പോഴായിരുന്നു ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഇത്ര അപ്ഡേറ്റാണ് നമ്മുടെ കാവനാട് മുതൽ ചവറ വരെ ഉള്ളത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.